ഓക്കെ, എത്രയാണ് ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ്? ഈ വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് പറയണമെങ്കിൽ അറൗണ്ട് ഒരു 1.90 2 രൂപ അടുപ്പിച്ച് ആയിട്ടുണ്ട്. 2 രൂപ ആയിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. ഇതിൽ ഓൾറെഡി പുള്ളി ഈ വണ്ടി 1,10,000 രൂപയ്ക്ക് മേടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് പണിയണ ചെയ്തത്. അതായത് 3 ലക്ഷത്തിന് മുകളിൽ ഈ വണ്ടിക്ക് ഈ ഒരു വണ്ടിക്ക് ആയെന്നുള്ളതാണ്. 1986 മോഡലായിരുന്നു ഈ ഒരു വണ്ടി. 1,10,000 രൂപയ്ക്കാണ് പുള്ളി ഇത് മേടിച്ചത്. അന്ന് ആ സമയത്ത് എഞ്ചിൻ കംപ്ലൈന്റ് ആയിരുന്നു. എഞ്ചിൻ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു 1986 വണ്ടിക്ക് പോലും ഇപ്പോൾ ഡിമാൻഡ് ഉള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. എന്തായാലും 1,10,000 രൂപയ്ക്ക് മേടിച്ചു. ഓൾമോസ്റ്റ് 2,10,000 രൂപയോളം അല്ലേ പണിതു. അങ്ങനെ 3,20,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. പുറത്ത് നിന്നിട്ട് ഓലക്സ് വഴി വണ്ടി നോക്കി ട്രിവാൻഡ്രത്തുള്ള ഒരു വണ്ടിയായിരുന്നു. അവിടെ എന്റെ വർക്ക്ഷോപ്പിൽ ലൊക്കേഷൻ കൊടുത്ത് അവർ എന്നെ കൊണ്ട് വണ്ടി ഏൽപ്പിച്ചു. പുള്ളി പൈസ എല്ലാം കൊടുത്ത് വണ്ടി മേടിച്ചു. അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുവന്നപ്പോഴും ഞാൻ പുള്ളി വിളിച്ച് പറഞ്ഞു കംപ്ലൈന്റ് റാങ്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പൈസ കൊടുത്ത് വണ്ടി മേടിച്ചു പോയില്ലേ. ഇപ്പൊ എന്തായാലും കണ്ടീഷൻ ഓക്കെ ആണല്ലോ അല്ലേ? ഇപ്പൊ പക്ക ഓക്കെ ആണ്. ഫുള്ള് പണിതിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് എന്തായാലും ഓവറോൾ വണ്ടി എന്തായാലും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ചെറിയ സംഭവമുണ്ട്. ഈ സീറ്റ് സത്യം പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലത്തെ ഒരു ഇതുണ്ട്. പക്ഷെ ഓടിക്കാൻ കംഫർട്ട് ഉണ്ടല്ലേ? കംഫർട്ട് ഉണ്ടെങ്കിലും പക്ഷെ ഒരു ലുക്ക് എന്തോ എനിക്ക് അങ്ങോട്ടൊരു ആണോ. പക്ഷെ എനിക്കെന്തോ മേ ബി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ അതെ, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു കളറും അതേപോലെ തന്നെ ആ കളറിന് മാച്ചായിട്ട് തന്നെ ഈ ഒരു ബ്രാസ് ഐറ്റംസ് എല്ലാം വന്നപ്പോഴത്തേക്ക് അടിപൊളി ലുക്കായിട്ടുണ്ട്. നോർമലി നമ്മളിത് ഈ ബ്രാസ് ഐറ്റംസ് ബ്ലാക്കിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അപ്പോൾ 3,20,000 രൂപയുടെ മുതലാണ് ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുള്ളറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനി അതല്ല റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, കൂടാതെ ബുള്ളറ്റിന്റെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ഷിജിനെ കോൺടാക്ട് ചെയ്യാം. ഷിജിന്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് കടയ്ക്കാവൂരാണ്. ജസ്റ്റ് ബുള്ളറ്റ് സോൺ എന്ന് പറഞ്ഞിട്ട് മാപ്പിൽ സെർച്ച് കഴിഞ്ഞാൽ ഷിജിന്റെ ലൊക്കേഷൻ കിട്ടും. കൂടാതെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഷിജിന്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്.